ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ 20 സ്റ്റേറ്റുകളിലോളം ഉള്ള കേരളത്തിലടക്കമുള്ള പ്രവചനങ്ങൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇന്നും വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെ നമ്മുടെ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഉണ്ടാകും. ന്യൂസ് 18 കേരളത്തിൽ പ്രേക്ഷകർക്ക് തത്സമയം കാണാവുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. അപ്പോൾ എന്താണ് പ്രവചനമെന്ന് നോക്കിയാൽ കേരളത്തിൽ NDA അക്കൌണ്ട് തുറക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായി 2 സീറ്റുകൾ NDA നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. LDF 4ഉം UDF 14 സീറ്റുകൾ നേടും. ഉത്തർപ്രദേശിൽ BJPക്ക് ക്ലീൻ സ്വീപ്പ് ആണെന്ന് സർവേയിൽ പറയുന്നു. 80ൽ 77 സീറ്റും നേടും. ഇന്ത്യ സഖ്യം 2 സീറ്റുകളിൽ മാത്രമേ ജയിക്കൂ എന്നും ശേഷിച്ച ഒരു സീറ്റ് BSP ആയിരിക്കുമെന്നുമാണ് സർവേ ഫലത്തിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ DMKക്ക് സീറ്റ് കുറയും. 39 സീറ്റുകളിൽ 30 സീറ്റിലാണ് DMKക്ക് സാധ്യത കൽപ്പിച്ചിരിക്കുന്നത്. 5 സീറ്റിൽ NDA ജയിക്കും. 4 ADMKയ്ക്കാണ് സാധ്യത. ബീഹാറിലെ 40 സീറ്റിൽ 38 സീറ്റും NDA നേടും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യം നേടുക. മധ്യപ്രദേശിലും സ്ഥിതി വ്യത്യസ്തമായിരിക്കില്ല. 29 സീറ്റിൽ 28 എണ്ണത്തിലും NDA ജയിക്കുമെന്ന് തന്നെയാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് ഒരു സീറ്റ് മാത്രമാണ് സർവേ പ്രവചിക്കുന്നത്. ഹരിയാനയിൽ 10ൽ 10ഉം NDA സ്വന്തമാക്കും. പഞ്ചാബിൽ 13 സീറ്റിൽ 7 എണ്ണം കോൺഗ്രസ് പിടിക്കും. ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും AAP ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അവർക്ക് ഒരു സീറ്റ് കിട്ടുമെന്നുള്ളതാണ് പ്രവചനം. NDAക്ക് 3 സീറ്റും ശിരോമണി അകാലിദൾ 2 സീറ്റും നേടുമെന്നുള്ളതാണ് സർവേയിൽ പറയുന്നത്. ഹിമാചൽപ്രദേശ്, ഡൽഹി സംസ്ഥാനങ്ങൾ പൂർണ്ണമായി NDA നേടും. 2ഇടത്തും ക്ലീൻ സ്വീപ്പ് ആയിരിക്കും. ഡൽഹിയിലെ 7ഉം ഹിമാചലിലെ 4 സീറ്റുകളിലും NDAയ്ക്കായിരിക്കും സമ്പൂർണ്ണ ജയമെന്നാണ് സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തുവരുന്ന ഏറ്റവും വലിയ സർവേയാണ് ഇത്. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ അഭിപ്രായ സർവേ ഫലങ്ങൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ന്യൂസ് 18 കേരളത്തിലൂടെ പുറത്തുവിടുന്നതായിരിക്കും. ന്യൂസ് 18 കേരളം ചാനലിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പ്രേക്ഷകർക്ക് ഇത് തത്സമയം കാണാവുന്നതായിരിക്കും.